ബേണൗട്ട് അടിക്കാൻ പറ്റും, ബേണൗട്ട് അടിക്കും. ഇതിൻ്റെ റീജൻ ബ്രേക്കിംഗ് കൂടി കാണിച്ചു കേട്ടോ. കണ്ട ത്രോട്ടിൽ വിട്ടപ്പോൾ ഒറ്റയടിക്ക് പിടിച്ചെന്നണ്ട. ഇന്ന് നമ്മുടെ ഇപ്പോൾ ദ ബ്രാൻഡ് ന്യൂ അൾട്രാ വയലറ്റിൻ്റെ F77 റീകോൺ എഡിഷൻ ആയിട്ട് അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോട്ടോർ സൈക്കിളാണ്. കുറേ ചേഞ്ചസ് ഓവർ ദ ഇയേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ഐറ്ററേഷൻ ആണ് കേട്ടോ. സോ ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൊച്ചി പാലായിട്ടത്ത് പുതിയ ഷോറൂം, പഴയ ബജാജിൻ്റെ ഷോറൂം കൺവേർട്ട് ചെയ്തിട്ട് പുതിയ അൾട്രാ വയലറ്റിൻ്റെ ഷോറൂം വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് ഞാൻ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ Mark 2 വേരിയൻ്റ് ആണ് പറയാം. അപ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ഇത് TFT ഡിസ്പ്ലേ കണ്ടില്ല, അതിൻ്റെ ഉള്ളിലത്തെ ആ റൈറ്റിങ്സ്, ആ ലേ ഔട്ട് മാറ്റിയുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റീജൻ വന്നിട്ടുണ്ട്. കണ്ട R6, R7, R8, R9 9 ലെവൽസ് ഓഫ് റീജനാണ് കൊടുത്തത്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് കേട്ടോ. സോ നിങ്ങൾ ത്രോട്ടിൽ റിലീസ് ചെയ്യുമ്പോഴേക്കും ഒരു തരം ബ്രേക്കിംഗ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പവർ ടു ദ ബാറ്ററി കൊടുത്തിട്ട് തിരിച്ച് റീചാർജ് ചെയ്യുന്നുണ്ട്. അതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അത് ഓടിക്കാൻ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന കേട്ടോ. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് ലോ ആയപ്പോൾ ഈ ലോ ബീം ഓട്ടോമാറ്റിക്കലി ഓണായ കണ്ടില്ലേ, സെറ്റപ്പ് കൊള്ളാം. മാത്രമല്ല ഇതിൻ്റെ റീജൻ ബ്രേക്കിംഗ് കൂടി കാണിച്ചു കേട്ടോ. കണ്ട ത്രോട്ടിൽ വിട്ടപ്പോൾ ഒറ്റയടിക്ക് പിടിച്ചെന്നണ്ട. റീജൻ്റെ ലെവൽ 9 ലെവലിലാണ് ഇട്ടേക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്ന. കണ്ട പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത്ര എഫക്റ്റീവായിട്ടാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 30% ഓഫ് ദാറ്റ് പവർ തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത്ര അടിപൊളി മൾട്ടിപ്പിൾ ലെവൽസ്. അത് 0 ലെവലുണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന. പിന്നെ റീജനറേറ്റീവ് ലെവൽ 9 ഇപ്പോൾ ഇട്ടേക്കുന്നത്, അതാണ് കാണുന്നത്. റോഡിൽ കുറച്ച് വീടുമ്പോൾ അത് പിടിച്ച് നിർത്തുന്നത് കണ്ടില്ലേ, അത്രയും ബ്രേക്കിംഗ് ആണ് ഓഫർ ചെയ്യുന്നത്. മാത്രം അതിൻ്റെ ഒപ്പം തന്നെ 30% ഓഫ് ദാറ്റ് പവർ തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. സെറ്റപ്പ് നോക്ക്, എഫിഷ്യൻ്റ് അല്ലേ. പിന്നെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോക്ക്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ്, ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിംഗ് ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ LED ഇവിടെ കണ്ട DR കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലോ ബീം അഡാപ്റ്റീവ് കൂടി നിങ്ങൾ ടണലിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിക്കോട്ടോ. സെറ്റപ്പുള്ള ഹൈ ബീമാണ് മുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ച ടയർസ് എന്ന് പറഞ്ഞാൽ MRFിൻ്റെ സ്റ്റീൽ റേഡിയൽ ടയേഴ്സ് ആട്ടോ. MRFിൻ്റെ പ്രീമിയം ടയേഴ്സ്, W റേറ്റഡ് ടയേഴ്സ്, നല്ല ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ടയേഴ്സ് ആണ് ഇത് സ്റ്റാൻഡേർഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോക്സ് കണ്ടില്ലേ, ഇതിന് അപ്സൈഡ് ഡൗൺ ഫോക്സ്, പക്ഷേ കവറിങ് കൊടുത്തിട്ടുണ്ട്. 41 mm. ഇതിൽ കുറച്ചും കൂടി ചെറിയത് ഈ സ്റ്റാൻഡ് കണ്ട്, ഈ സ്റ്റീൽ പാട് ഇന്നർ ട്യൂബിൽ അത് ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 41 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് കൊടുത്ത് അതിനൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാക്കി കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മഡ് ഗാർഡൊക്കെ മൗണ്ട് ചെയ്ത് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു പോയിന്റ് കണ്ടില്ലേ, ഇത് അഡ്ജസ്റ്റബിൾ ആണ്, മാറ്റാൻ പറ്റും. എന്താ അതിൻ്റെ സെറ്റപ്പ്, ഈ പോയിന്റ് മാറ്റിയിടുവാണെങ്കിൽ ഈ മഡ് ഗാർഡിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയാണോ കൊടുത്തിരിക്കുന്നത്. ഈ സെറ്റപ്പ് കണ്ടില്ലേ, കൊള്ളാമല്ലേ, അത് നല്ലൊരു അഡീഷനാണ്. പിന്നെ ഇത് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും ഒരു വിംഗ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. വിംഗ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺ ഫോഴ്സ് ഒന്നും ക്രിയേറ്റ്, കുട്ടി വിംഗ്ലെറ്റ്. ഇതൊരു ക്രാഷ് ഗാർഡായിട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ അകത്തൊരു സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തത്, അപ്പോൾ ക്രാഷ് ചെയ്യുവാണെങ്കിൽ ഈ ബോഡി വർക്ക്സിനൊക്കെ പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുഡ് പാക്ക് കുറച്ച് ബാക്കിലോട്ടാണ്, അത് എർഗണോമിക്സ് ഇരിക്കുമ്പോൾ കാണിച്ചാൽ ബ്രേക്ക് ലെവറായിട്ട് കൊടുത്തത്. കുഴപ്പമില്ലാത്ത ഫീഡ്ബാക്കുള്ള ബ്രേക്ക്, അത് റൈഡിങ് ടൈമിൽ ബെറ്റർ റൈഡ് ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. മാത്രമല്ല ഹൈ സ്പീഡിൽ എയർ റൂട്ട് ചെയ്യുന്ന കണ്ടില്ല, ഈ മോട്ടർ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി, ഈ മോട്ടറിനും ബാറ്ററിക്ക് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ ആകെ ഒരു ചെറിയ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ. നമ്മുടെ കേരള റോഡിൽ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ, ഇത് പാഡൊക്കെ ഇട്ടാൽ ഇത്രയും കാണുന്ന ശരിക്കും 160 mm ഉള്ളൂ. 16 cm ഗ്രൗണ്ട് ക്ലിയറൻസേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ടാങ്ക് സെക്ഷൻ ആണ് കേട്ടോ. ഇത് ടാങ്ക് നല്ല ഷേപ്പിലാണ് കൊടുത്തേക്ക്, ടാങ്ക് ഗ്രിപ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പൊക്കെ കൊള്ളാം. പിന്നെ അതേ നോക്ക്, ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഫാസ്റ്റ് ചാർജ് ഇൻ്റർഫേസാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ലൈറ്റ് എക്സ്ട്രാ തിളങ്ങുവാണെങ്കിൽ അതിൻ്റെ ഒരു ഓക്സൈഡ് ബാറ്ററിയും കൂടി കൊടുത്തു. ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു വേറൊരു ബാറ്ററിന് ആ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ ഇൻഡിക്കേഷൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ ഓലയിലൊക്കെ വരുന്ന പോലത്തെ സിമിലർ ടൈപ്പ് ഓഫ് ചാർജിങ് സിസ്റ്റമാണ്, ആ ചാർജർ ടൈപ്പാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുക. പഴയ വേരിയൻറ്റിൽ ഇതൊരു പ്ലാസ്റ്റിക് ആയിരുന്നു, പക്ഷേ ഇത് കണ്ടു ഇപ്പോൾ അലൂമിനിയം. മാത്രമല്ല നല്ല സ്ട്രോങ് 2 മാഗ്നറ്റ്സും വെച്ചിട്ട് കണ്ട ക്ലോസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. കൊള്ളാം. കുറേ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ കമ്പയർ ടു ദ ഫസ്റ്റ് ജനറേഷൻ കാണുന്നത്. ആ ടോപ്പ് പ്ലേറ്റ് ഒക്കെ ബെറ്റർ ആക്കിയിട്ടുണ്ട്, ഹാൻഡിൽ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ മച്ച് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ RR310 RTR310 TVS വണ്ടികളിലൊക്കെ വരുന്ന ആ സ്വിച്ച് ക്യൂബ് സിമിലർ ആയിട്ടാണ്, അതേ ക്വാളിറ്റിയിലുള്ള സ്വിച്ച് ക്യൂബ്സ് ആ കൊടുത്തിരിക്കുക. ക്ലിപ്പ് ഓൺ ടൈപ്പ് ഹാൻഡിൽ ബാർസ്, ആ പ്രോപ്പർ ക്ലിപ്പ് ഓൺ അല്ല, ഓൺ ടു ദ ടോപ്പ് പ്ലേറ്റ്. ഈ ടോപ്പ് പ്ലേറ്റിലോട്ട് മൗണ്ട് ചെയ്ത് വെക്കുന്ന ക്ലിപ്പ് ഓൺസ് ആയിട്ട് കൊടുത്തിരിക്കുക. മിറേഴ്സൊക്കെ കുറച്ചൊക്കെ ഒരു വിങ്സ് ഒക്കെ പോലെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന വിംഗ്ലെറ്റ്സ് ആണ്. ഇതിൻ്റെ ബ്രേക്ക് ലെവേഴ്സും ക്ലച്ച് ലെവറും അഡ്ജസ്റ്റബിൾ ആട്ടോ. ഈ ലെവേഴ്സ് KTMൻ്റെ ലിവേഴ്സാണ് കൊടുത്തിരിക്കുക. അതുപോലെ കുറേ KTM സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ
ഇതിൻ്റെ ബ്രേക്ക് റോട്ടർ നോക്ക് 320mm ഡിസ്ക് റോട്ടർ സിമിലർ ടു ദ KTM ആണ്. 4 piston റേഡിയൽ കാലിപ്പർ കൊടുത്ത സിമിലർ ടു ദ KTM ആണ് എന്ന് പറഞ്ഞാൽ ഇത് മോശമൊന്നുമല്ല. ഇത് ഡ്യൂക്ക് 390 RC 390 എഫക്റ്റീവ്ലി വണ്ടി നിർത്താൻ ഉപയോഗിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തത്. ഇതിന് വെയിറ്റ് കുറച്ച് കൂടുതലാട്ടോ, 207 kgs ഈ വേരിയൻ്റെ വെയിറ്റ് വരുന്നത്. വെയിറ്റ് കുറച്ച് കൂടുതൽ പിടിച്ചെടുത്താൻ വേണ്ടി റീജൻ്റെ ലെവൽസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓടിക്കാൻ നമുക്ക് കുറച്ചൊരു ബെറ്റർ ഐഡിയ കിട്ടും കേട്ടോ. കമ്മിങ് ടു ദ സീറ്റ് കണ്ടോ, ഇവിടെ കണ്ടോ കുറച്ച് നാരോ ആക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ വൈഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീറ്റ് ഓൺ ദ കുറച്ച് സ്റ്റിഫർ സൈഡാണ് കേട്ടോ. സസ്പെൻഷൻ ആണെങ്കിൽ കുറച്ച് ട്യൂൺ ഫോർ സ്പോർട്ട് റൈഡിങ്, കുറച്ചൊക്കെ കൂടി സ്പോർട്ടി റൈഡിങ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് ഇരുന്നും കൂടി കാണിച്ചു തരാം. പിന്നെ എൻ്റെ സീറ്റ് ഹൈറ്റ് 800mm ആണ്. ഞാൻ 5'8", എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫുഡ് പെഗ് നോക്ക് കുറച്ച് ബാക്കിലോട്ടാണ് പ്ലേസ് അഗ്രസീവായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ 5'8" ആണ്. എൻ്റെ ഫ്രെയിമിന് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടി പോലെ കറക്റ്റ് എൻ്റെ നീസ് ഈ ടാങ്കിൻ്റെ ഗ്രിപ്സ് ഉണ്ടല്ലേ ഹോൾഡ് ഓൺ ചെയ്ത് വെക്കുക. അത് ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫീഡ്ബാക്കാണ് കേട്ടോ കിട്ടുന്നത്, ഭയങ്കര ഗ്രിപ്പിങ്. അപ്പോൾ ഹാർഡ് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഫ്രണ്ടിലോട്ടൊന്നും ഊർന്നു പോയില്ല, ഇവിടെ തന്നെ പിടിച്ചേക്കോട്ടോ. അത് നല്ല അഡീഷൻ. ഞാൻ എൻ്റെ എല്ലാ മോട്ടോർ സൈക്കിൾസും ട്രാക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു മോഡാണ് ഇങ്ങനത്തെ ടാങ്ക് ഗ്രിപ്സ് കേട്ടോ. ഇത് ഫ്രം ഫാക്ടറി ഇൻസ്റ്റാൾ ചെയ്താൽ കൊടുത്തിരിക്കുന്നത്, കൊള്ളാമല്ലേ. പക്ഷേ റേസിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഭയങ്കര ഹാർഷ് കോമ്പൗണ്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീൻസൊക്കെയാണ് പെട്ടെന്ന് ഫീഡാകാം, അതുപോലെ ലെതേഴ്സൊക്കെ ഡാമേജ് ആകുന്ന തരം ഒരു ഗ്രിപ്സാണ് ഉപയോഗിക്കുക. പക്ഷേ ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഉണ്ടോ, ആഡിക്വേറ്റ് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രിപ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ സംഭവം നിങ്ങൾ കാണണ്ട, ഇതിൻ്റെ ഫോക്സ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ കൂടിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹെവി വെയിറ്റ് റൈഡറാണ്, നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോക്ക് ബോട്ടം ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലോഡ് ഓൺ ടു ദ സ്പ്രിങ് കൊടുക്കാൻ പറ്റും കേട്ടോ. ടേൺ ചെയ്ത് ഈ റൈറ്റിലോട്ട് ടേൺ ചെയ്യാൻ കൂടുതൽ ലോഡ് ഓൺ ദ സ്പ്രിങ് കൊടുക്കാൻ പറ്റും. സ്പ്രിങ് റേറ്റ് ചേഞ്ച് ചെയ്യില്ല, പക്ഷേ നമുക്ക് കൂടുതൽ ലോഡ് കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെ ട്യൂൺ ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ എന്നറിയാൻ കുറച്ചുകൂടി ആഗ്രഹം ഉണ്ട്. നമുക്ക് റേസ് ആയിക്കൊണ്ട് ട്യൂൺ ചെയ്യാൻ ഒരു വീഡിയോ കൂടി സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിന് 3 തരം മോഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബലിസ്റ്റിക് ആണ് മോഡ്, അതിലാണ്ട് ഞാൻ പറഞ്ഞു നടന്നത്. ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ സിറ്റിയിലൊക്കെ ഓടിക്കുക, ചില്ല് ചെയ്ത് ഓടിക്കുക. സ്പീഡ് ലിമിറ്റ് എന്തോ 80-85 സ്പീഡ് ലിമിറ്റാണ്. പിന്നെ കോമ്പാറ്റിൽ ഏകദേശം 125 സ്പീഡ് ലിമിറ്റ്. ഒരു ശബ്ദം കണ്ട, ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നെ ബാലിസ്റ്റിക് എന്ന ടോപ്പ് സ്പീഡ് 155 ആണ്. ഈ മോട്ടർ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് AC മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് 40 HP 40.2 HP അതേപോലെ 100 Nm ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യണം. പറക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഈ മോഡിൽ അധികം അക്രമം കാണിച്ചാൽ അതേ കണ്ടോ 122 കിലോമീറ്ററോട് 150 കിലോമീറ്റർ റേഞ്ചൊക്കെ ബലിസ്റ്റിക് മോഡിൽ കിട്ടുള്ളൂ കേട്ടോ. അക്രമം കാണിച്ചാൽ ടോട്ടൽ ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 323 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടും ഫുൾ ചാർജിൽ. മര്യാദ ഓടിക്കുവാണെങ്കിൽ ചെറിയ 3 ത്രോട്ടിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ എഫിഷ്യൻസി മീറ്ററൊക്കെ നോക്കി ഓടിക്കണം. കാരണം ഇവിടെ വാട്ട് പെർ കിലോമീറ്റർ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് എഫിഷ്യൻസിയിലാണോ നോക്കിയിട്ട് മര്യാദക്ക് ഓടിക്കുവാണെങ്കിൽ റീജനൊക്കെ കൂട്ടി വെച്ചൊക്കെ നിങ്ങൾ ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂൽ എക്കോണമി കിട്ടുന്നതായിക്കോട്ടോ. മര്യാദക്ക് ഓടിക്കാം, ത്രോട്ടിൽ എത്ര ജെൻറ്റിലാകാൻ പറ്റുമോ അത്രയും ജെൻറ്റിലായി കൊടുത്ത് ഓടിക്കുവാണെങ്കിൽ ഫ്യൂൽ എക്കോണമി അല്ല, നിങ്ങൾ അത്രയും ജെൻറ്റിലാക്കി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ കമ്പനി പറഞ്ഞ റേഞ്ചൊക്കെ കിട്ടും. 300 കിലോമീറ്റേഴ്സ് ഓഫ് റേഞ്ച് ഓൺ ഫുൾ ചാർജ് കിട്ടുക മര്യാദക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അല്ലാണ്ട് അക്രമം ഞാൻ കാണിച്ചാൽ അക്രമം കാണിക്കുകയാണെങ്കിൽ ഒറ്റയടിക്കാണ് 10 മിനിറ്റിൽ 10% ചാർജാണ് പോയത്. അക്രമം കാണിക്കരുത്. അക്രമം കാണിക്കുകയാണെങ്കിൽ ബലിസ്റ്റിക് മോഡിലാണെങ്കിൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകുന്ന ഫുൾ ചാർജ് ഏകദേശം 120 to 150 കിലോമീറ്റർ റേഞ്ചേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ കുറേ ഫീച്ചേഴ്സ് കണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റൻസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓണായി കാണിച്ചാൽ ബ്രേക്ക് പിടിച്ച് ഈ ബട്ടണിൽ പിടിച്ചാൽ കണ്ട ഈ ചിഹ്നം കണ്ട, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോട്ടർ ആംഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മോട്ടർ ഓൺ ആണ്. പിന്നെ ഞാൻ കണ്ട ബ്രേക്ക് പിടിച്ചതിന് ഇപ്പോൾ കുറച്ച് പറഞ്ഞ് ബ്രേക്ക് പിടിച്ചു കണ്ട. ഇപ്പോൾ പച്ചയാണ്ട് ഹിൽ ഹോൾഡാണ്. ഇപ്പോൾ ഞാൻ നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നീങ്ങില്ലിട്ടോ വണ്ടി. കണ്ട ഹിൽ ഹോൾഡ് ഫീച്ചറാണ് കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് നോക്കും. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ലെവൽ 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ കൺട്രോളൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല റീജിയൻ ബ്രേക്കിംഗ് ഉള്ളൂ. നിങ്ങൾ സഡനായിട്ട് ത്രോട്ടിൽ ഫുൾ ഷട്ട് ചെയ്യുമ്പോഴേക്കും ബ്രേക്കിംഗ് കിക്ക് ചെയ്യുക, ആ ട്രാക്ഷൻ ലൂസായി. ഇപ്പോൾ കുറച്ച് ലൂസ് ഗ്രേവൽ അങ്ങനത്തെ ട്രാക്ഷൻ കോർണർ സ്ഥലത്തൊക്കെ നമ്മൾ സഡൻലി ത്രോട്ടിലൊക്കെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഈ വീൽ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ട്രാക്ഷൻ ഇൻ്റർവ്യൂ ചെയ്യുക, പ്രോപ്പർലി കാലിബ്രേറ്റ്. ഇതിൽ 9 ആക്സ് IMU. ഈ 9 ആക്സ് IMU എന്ന് പറഞ്ഞാൽ വണ്ടി എത്രത്തോളം ഫ്രണ്ടിലോട്ടായി ചരിഞ്ഞ് ബാക്കിലോട്ടായി ആ റോൾ പിച്ച് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ മാത്രമേ ഒരു ഗൈറോസ്കോപ്പും ഉണ്ടാവും. പിന്നെ ഒരു മാഗ്നറ്റോ മീറ്ററോ ഉണ്ടാവട്ടെ ഗ്രാവിറ്റേഷൻ ആയിട്ടുള്ള ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇതെല്ലാം കൂടി കൊടുക്കുന്നതാണ് ഈ 9 ആക്സസ് IMU പറയും. ഈ സെഗ്മെൻറ്റിൽ വേറൊരു വണ്ടിക്ക് ഐ തിങ്ക് ഈ സെഗ്മെൻറ്റിലത്തെ വേറെ 300-400 cc മോട്ടോർ സൈക്കിൾ ഒന്നുമില്ലാത്തൊരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുക. അത് പ്രോപ്പർലി കാലിബ്രേറ്റഡ് കൂടിയാണ് കേട്ടോ. ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചേഞ്ച് മനസ്സിലാവും. കണ്ട ഇപ്പോൾ ഹിൽ ഹോൾഡ് ഓഫായി. ഞാൻ ബ്രേക്ക് പിടിച്ച് ബേണൗട്ട് അടിക്കാൻ പറ്റും, ബേണൗട്ട് അടിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അതേപോലെ ഹോൾഡ് ചെയ്തിട്ട് ഈ ബട്ടൺ നിൽക്കുവാണെങ്കിൽ റിവേഴ്സായി കണ്ട. അതേപോലെ വീണ്ടും ഈ ബട്ടൺ നിൽക്കുക ഫോർവേഡായി പോയി കണ്ട. 7 km/h വരെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇത് മാറ്റട്ടെ, ഇത് മാറ്റണമെങ്കിൽ വീണ്ടും നോക്കി പിടിച്ച് കഴിഞ്ഞാൽ കണ്ട ബ്രേക്ക് പിടിച്ച് വീണ്ടും നോക്കിയാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോട്ടർ ആംഡ് ഇപ്പോൾ ഓഫാക്കി തിരിച്ച് ഓണായി വീണ്ടും ബ്രേക്ക് ഏതെങ്കിലും ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് ഈ ബട്ടൺ നെക്കി പിടിച്ചാൽ കണ്ട ആമായി വെറുതെ ഒറ്റയടിക്ക് തിരിക്കാതെ വണ്ടി ചാടി പറന്നു പോകുക. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഓടിക്കാൻ കേട്ടോ. സൈഡ് സ്റ്റാൻഡ് സെൻസറൊക്കെ ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് ഡിപ്ലോയിഡ് എന്ന് കാണിക്കുന്നുണ്ട്. കൊള്ളാലേ വണ്ടി, സെറ്റപ്പാണ് വണ്ടി, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇവിടെ കണ്ട ഇവിടെ ടെയിൽ സ്ട്രാപ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലഗേജ് മൗണ്ടിങ് എളുപ്പമാക്കാൻ വേണ്ടിയുള്ള സ്ട്രാപ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ റിയറിൽ KTM കാണുന്ന പോലെ തന്നെ ഒരു 230mm ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് കൊള്ളാം. പിന്നെ ടെയിൽ സെക്ഷൻ നോക്കും, ഭയങ്കര മിനിമലിസ്റ്റിക് ആക്കി സ്പോർട്ടി ലുക്കിംഗ് ടെയിലാണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ്സ്, LED ഇൻഡിക്കേറ്റേഴ്സ് ത്രൂ ഔട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് ഉള്ള ഇതാണ് ആ പെർമനൻറ്റ് മാഗ്നറ്റ് AC മോട്ടർ കേട്ടോ. ഏകദേശം 40 ഹോഴ്സ് പവർ, 40.2 ഹോഴ്സ് പവർ, 100 Nm ഓഫ് ടോക്കാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഗിയർ റിഡക്ഷനൊക്കെ ഉണ്ട്. എന്നിട്ട് ചെയിൻ ഡ്രിവനും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ചെയിൻ ഡ്രിവൻ. അതുകൊണ്ട് അധികം പവർ ലോസസ് വരാണ്ടിരിക്കാൻ വേണ്ടി ഈ ചെയിൻ കൊടുത്തിരിക്കുന്നത്. ഈ ചെയിൻ ഇടയ്ക്ക് ഓടുമ്പോൾ ചെറിയൊരു ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റില്ല. അതർ ദാൻ ദാറ്റ് ഇത് അടിപൊളിയാണ്. ഓൺ ടാപ്പ് പവറൊക്കെ സീനാണ്. ഇതെന്തായാലും നമുക്കൊന്ന് ഓടിച്ചിട്ട് വരാം. ഇതിപ്പോൾ വണ്ടി ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്ത് നീക്കാനൊക്കെ നോക്കുവാണെങ്കിൽ ആ വെയിറ്റ് 207 kg ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ആ വെയിറ്റ് നിങ്ങൾ എന്തായാലും അറിയും. പക്ഷെ അത് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി ഇതിനൊരു പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റിവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് കൊള്ളാം. പിന്നെ വേറൊരു ചേഞ്ച് പറഞ്ഞാൽ ഇതിന് കണ്ട ക്ലച്ചില്ല, ഇത് സിംഗിൾ സ്പീഡാണ് കേട്ടോ. ക്ലച്ച് ലെവർ ഒന്നുമില്ല, അതേപോലെ ഗിയർ ലെവറും ഇല്ല കേട്ടോ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പീഡിലാണ്. ജസ്റ്റ് ഇപ്പോൾ ത്രോട്ടിൽ മാത്രം കൊടുത്താൽ ഫ്രണ്ട് ബ്രേക്കും ഉണ്ട്, റിയർ ബ്രേക്കും ഉണ്ട്, വേറെ ഒരു സെറ്റപ്പും ഇല്ല കേട്ടോ. ഭയങ്കര ഈസി ടു ലേൺ. ഒരു ചെറിയൊരു ലേണിംഗ് കർവ് ഉണ്ട് ഇതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ, ഈ മോഡ്സ് മാറ്റുന്നത് എങ്ങനെ, അതുപോലെ ബ്രേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ഒരു ചെറിയൊരു ലേണിംഗ് കർവ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ടു റൈഡ് മോട്ടോർ സൈക്കിൾ. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാണ്. ഹോൺ ടാപ്പ് അക്രമ പവറുമായിട്ട് കിട്ടുന്നത്. സോ ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. സോ നമ്മുടെ F77 റീക്കോണിന് നമ്മുടെ വണ്ടിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് 207 kg ആണ്. റിവേഴ്സ് എടുത്തു വേണം കണ്ട. ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ കുറച്ച് ആ വെയിറ്റ് അറിയാം കേട്ടോ. കണ്ട റിവേഴ്സ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ് ടു 3 kmph വരെ സുഖത്തിൽ ഈസി. ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ടാക്കാം, ഒന്നും കൂടെ വേണ്ട ഫ്രണ്ടിലോട്ടായി. ഇത് അപ് ടു 7 വരെ പോകുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മോഡ് മാറ്റാൻ വേണ്ടി ഇത് നെക്കി പിടിച്ചാൽ മോഡ് മാറി. കോമ്പാക്ട് മോഡ്, അങ്ങനെ പല മോഡുണ്ട് കേട്ടോ. ബാലിസ്റ്റിക് അക്രമമാണ്, ഗ്ലൈഡ്, നോർമൽ കുറച്ചേ പഠിക്കാം. ഇതിൽ ടയർ പ്രഷർ ഒരു വാർണിംഗ് വന്നിട്ടോ. ഇത് സാധാരണ സ്ട്രീറ്റ് ഫൈറ്റേഴ്സിൻ്റെ പൊസിഷൻ അല്ല കേട്ടോ. നമ്മുടെ RTR 310 ഡ്യൂക്ക് 390 വല്ല കുറച്ചും കൂടി അഗ്രസീവാണ്. എന്ന് പറഞ്ഞാൽ RC 390, R15, V3, V4ൻ്റെ അത്ര ലെവൽ ഓഫ് അഗ്രഷൻ ഇല്ലെങ്കിലും ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഇതേ കയറി ഇരുന്നിട്ടാണ് ഓടിക്കുന്നത്. കുറച്ച് അഗ്രസീവാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷൻ. ലോങ് ഡിസ്റ്റൻസൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും മാത്രം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അല്ല. ഇൻഡിക്കേറ്ററിനൊക്കെ ചെറിയ ശബ്ദമുണ്ട് കേട്ടോ. ഇതിനൊരു സ്പീക്കറുണ്ട്, ആ സ്പീക്കറിൽ നിന്ന് ഇങ്ങനെ കുറേ ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഭയാനകമായിട്ടുള്ള പവറൊന്നുമില്ല. ഇതിപ്പോൾ ഏതാ ഗ്ലൈഡിലാണ്. സിറ്റിയിലൊക്കെ ഇട്ട് ഓടിക്കാൻ അടിപൊളിയാണ്. സസ്പെൻഷൻ കുറച്ച് ഓൺ ദ സ്റ്റിഫർ സൈഡാണ്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണല്ലോ. അടിപൊളി റോഡൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് നല്ല സസ്പെൻഷൻ, നല്ല ഹാൻഡ്ലിങ്, നല്ല ഫീഡ്ബാക്ക്, നല്ല കോൺഫിഡൻസ് തരുന്ന സസ്പെൻഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ കണ്ടു എൻ്റെ അമ്മേ, ബസ്സും ലോറിയൊക്കെ പറന്നവൻ്റെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കൊണ്ടുപോകാൻ. നമുക്ക് മോഡ് മാറ്റാം. കോമ്പാറ്റ് പറക്ക്. ആ മോട്ടർ വൈനിങ് ശബ്ദമൊക്കെ ഇല്ലേ, അതൊക്കെ കൊള്ളാട്ടോ. ബ്രേക്കിംഗ് ഡീസൻ്റ്. 320mm ഡിസ്ക് റോട്ടറാ. KTM പോലെ സിമിലർ ആയിട്ടുള്ള റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 320mm ആണ്. പിന്നെ സിൻഡഡ് ബ്രേക്ക് പാഡ്സ് ആയിരിക്കും. നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ഉണ്ട്. പക്ഷെ എൻജിൻ ബ്രേക്കിംഗ് സാധാ വണ്ടിയിലൊക്കെ നമ്മൾ റോഡിൽ വിടുമ്പോൾ ഒരു എൻജിൻ ബ്രേക്കിംഗ് ഇല്ലേ, അത് ഇതിനില്ല കേട്ടോ. അത് പറഞ്ഞപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പുതിയ വേരിയൻറ്റിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കൈവിട്ടാണ്ട വണ്ടി പറന്നു പോയി. 80 കൈവിട്ട 80 തന്നെ വണ്ടി സ്ലോ ആയി പോയി. എൻജിൻ ബ്രേക്കിംഗ് ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇൻ്റർണൽ കമ്പഷൻ എൻജിൻസ്, പെട്രോൾ എൻജിൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശബ്ദം കേട്ടോ, ആ മോട്ടോർ വൈനിങ്ങിൻ്റെ കൊള്ളാട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ വിസ്ലിംഗ് പോലെയൊക്കെ, പക്ഷേ ഒരു കൊള്ളാം, ഒരു ചെറിയൊരു ക്യാരക്ടർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് റീജൻ കുറച്ച് കൂട്ടാം. ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺസ് ഉണ്ടല്ലേ, അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീജൻ ഓൺ ദ ഗോ കൂട്ടാൻ പറ്റും. 7 ഇടാം. 7 ഇട്ട് കഴിഞ്ഞ് എൻജിൻ ബ്രേക്കിംഗ് വന്ന് കണ്ട. എന്നാൽ 9 ഇടാം.
ഫുൾ എൻജിൻ ബ്രേക്കിംഗ് ഓണാണ്. ബ്രേക്ക് ഞാൻ തൊടുന്നില്ല, വണ്ടിയുടെ പവർ കട്ട് ചെയ്യുന്നുണ്ടില്ലേ. അടിപൊളി. ഇതാകുമ്പോൾ ബ്രേക്ക് പാഡ്സ് സേവ് ചെയ്യാൻ കൊള്ളാം. ഇപ്പോൾ 88% ചാർജാണ് കേട്ടോ. റീജൻ വർക്കിംഗ് ആണ്. ഞാൻ യൂസ് ടു ആയിക്കൊണ്ടിരിക്കും കേട്ടോ ഈ റീജനറേറ്റ് ബ്രേക്കിംഗ്, എൻജിൻ ബ്രേക്കിംഗ്. ഭയങ്കര ഹാഷായിട്ടുള്ള എൻജിൻ ബ്രേക്ക്. ലെവൽ 9 കേട്ടോ. 0 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫ് ആയിരിക്കും. നേരത്തെ കണ്ടില്ല, നമ്മൾ ത്രോട്ടിൽ വരുമ്പോൾ വെറുതെ ഒഴുകി പോകും വണ്ടി. ക്ലച്ച് പിടിച്ച് പോകണ പോലെ പോട്ടെ. ഇതിന് ക്ലച്ചൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ പിടിക്കാൻ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് ഗിയർ ഡൗൺ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ പ്യുവർ ഒരു പെട്രോൾ ഹെഡാണ്. പക്ഷേ ദിസ് ഇസ് ഫൺ കേട്ടോ. കൈ കൊടുത്ത് പോകുന്നു, ഞാൻ ത്രോട്ടിൽ റോൾ ഓഫ് ചെയ്യുന്നു, ഷട്ട് ചെയ്യുന്നു. അപ്പം തന്നെ എൻജിൻ ബ്രേക്കിംഗ് കിക്ക് ചെയ്തിട്ട് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുന്നു. റീജൻ 9-ലാണ്. സോ അൾട്രാവയലറ്റ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റീജൻ ബ്രേക്ക് ചെയ്യില്ല, ത്രോട്ടിൽ ഷട്ട് ചെയ്യുമ്പോഴേക്ക് ആ ക്രിയേറ്റ് ചെയ്യുന്ന പവറിൽ അത് 30% തിരിച്ച് ബാറ്ററി കൊടുക്കുന്നതാണ്, തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഇടയ്ക്കൊന്ന് ട്രാക്ഷൻ ചെയ്തതാണ്. ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. സെറ്റപ്പാണ് വണ്ടി. ലെവൽ 9 റീജിയനിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ കണ്ട, ഞാൻ ത്രോട്ടിൽ വിട്ടു, എൻജിൻ ബ്രേക്ക് കിക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് കണ്ടില്ലേ, കൊള്ളാം. എന്നിട്ട് ബാറ്ററി തിരിച്ച് ചാർജ് ചെയ്യും. 30% ഓഫ് ദാറ്റ് പവർ തിരിച്ച് ബാറ്ററി കൊടുത്ത് ചാർജ് ചെയ്യട്ടോ. വെൻ നമ്മുടെ ബാറ്ററി പവർ ലെസ് ദാൻ 90 ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ റീജൻ തിരിച്ച് ചാർജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ബാറ്ററീനെ എൻ്റെ സെൽ ലോഡിങ് ഫേസ് എന്തുവാണ്, നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് 90 to 100 ആണെങ്കിൽ ഇങ്ങനെ റീജൻ തിരിച്ച് റീചാർജ് വർക്ക് ചെയ്യില്ല കേട്ടോ. ലെസ് ദാൻ 90 ആകുമ്പോൾ മാത്രമാണ് ഈ ചാർജിങ് വർക്ക് ചെയ്യുന്നത്. വിത്ത് റീജൻ 9-ഉം ഈ 320mm ഡിസ്ക് റോട്ടറും അടിപൊളി ബ്രേക്കിംഗ് ആണ്. അക്രമമുണ്ട് വണ്ടി, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സെറ്റപ്പ്. കൊള്ളാം. എൻജിൻ ബ്രേക്കിംഗ് സെറ്റപ്പ് ഇതാണ്. എൻജിൻ ബ്രേക്കിംഗ് കേട്ടോ. പറക്കുവാണല്ലോ വണ്ടി. അതാണ് ഇതിന് വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് 100 Nm ഓഫ് ടോക്കാണ്. അത് ഓൺ ടാപ്പാണ്. ജസ്റ്റ് ത്രോട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ്ലി ആണ് ആ പവർ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ പെട്രോൾ എൻജിൻസിലൊക്കെ നമ്മൾ റെവ് ചെയ്ത് അതിൻ്റെ പവർ ബാൻഡ് എത്തിയാൽ ആ പവർ പീക്ക് ടോർക്ക് അറ്റ് 7000 RPM അല്ലെങ്കിൽ 6500 RPM ആ ടോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആണ് ആ ടോർക്ക്. കൊള്ളാം. ഈ വണ്ടി അറിയോ കേട്ടോ, ഒരു ഹെവി വെയ്റ്റ് മോട്ടോർ സൈക്കിളാണ്, പറന്നു പോകണമെന്ന് നമുക്ക് ഫീൽ കിട്ടും. അറിയും, പക്ഷെ ഹാൻഡ്ലിങ്ങിൽ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു ഹെവി മോട്ടോർ സൈക്കിളാണ് ഫീലിംഗ് കിട്ടും. അത്ര ലൈറ്റ് വെയിറ്റിൽ ഒരു RC390 ആജൈൽനെസ്, ഒരു V4 അതിൻ്റെ ഒന്നും അത്ര ലൈറ്റല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ വീൽ ബേസ് ഷോർട്ടാണ്. 1340 mm ആ വീൽ ബേസ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന. കണ്ട, റെഡിയില്ല, നല്ല ടയേഴ്സാണ്. MRFൻ്റെ സ്റ്റീൽ ബ്രേസ് ടയേഴ്സാണ് കേട്ടോ. കൊള്ളാം. ഡയറക്ഷൻ ചെയ്യാൻ ഭയങ്കര ആജൈലാണ് വണ്ടി. ഡയറക്ഷൻ തിരിക്കും. നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്ന അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ടർ സ്റ്റിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റെഡി ടു ലീനാണ്. അത് കൊള്ളാം. റീജൻ നമുക്ക് 3-ലും ഒക്കെ കേട്ടോ. ഇത് കുറച്ച് ഓവറാണ്. സിറ്റിയിൽ നല്ലതാണ്, പക്ഷേ ഓവറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചൊന്ന് കോസ്റ്റ് ചെയ്യണമല്ലോ. കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടൊന്ന് പോകാനൊക്കെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻ്റർവീൻ ചെയ്യുന്നുണ്ട് ആ ബ്രേക്കിംഗ് കേട്ടോ. നല്ലതാണ്. ബാറ്ററി തിരിച്ച് ചാർജ് ചെയ്തെടുക്കാം, പക്ഷേ എൻജോയബിൾ അല്ല. സിറ്റിയിൽ നല്ല, പക്ഷേ നോട്ട് സോ മച്ച് ഓൺ ദ ഹൈവേയിൽ ലെവൽ 3 ഒക്കെ അടിപൊളിയാണ്. അത് മതി. ബാലിസ്റ്റിക് മോഡാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതൊരു ഫൺ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഇത് എന്ത് കാറ്റഗറി പെടും, ഇത് ആർക്ക് വേണ്ടിയുള്ള വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ആൻസർ ചെയ്യാൻ. എൻജോയ്മെൻറ്റ് ഓടിക്കണം. വണ്ടി ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അൾട്രാവയലറ്റ് F77 റീകോൺ ബാലിസ്റ്റിക് കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. എന്തിനെ ഓവർടേക്ക് ചെയ്യാനുള്ള മോർ ദ എനഫ് ഓഫ് ടോർക്ക് ഓൺ ടാപ്പാണ്. ആ ഗ്യാപ്പാണ് ഞാൻ കൈ കൊടുക്കുന്നു, ഓവർടേക്ക് ചെയ്യുന്നു. ചാർജ് 74 ആയി. ഒരു 20 മിനിറ്റ്സ് അക്രമം കാണിച്ചപ്പോൾ തന്നെ 10%, ഓൾമോസ്റ്റ് 89 തുടങ്ങിയതാണ്. 15% ഓഫ് ചാർജ് പോയി. പിന്നെ ഈ ശബ്ദം ഇല്ലാത്തതുകൊണ്ടേ മിക്കവരും നോട്ട് ചെയ്യുന്നില്ല വണ്ടി അടുത്തുകൂടി വരുന്നുണ്ടോ ഇല്ലയെന്ന്. അത് ചിലപ്പോൾ ഒരു പ്രശ്നമാകാം. പക്ഷെ അതർ ദാൻ ദാറ്റ് ബ്യൂട്ടിഫുൾ വണ്ടിയാണ്. ഓൺ ടാപ്പ്. നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഇത് കൊണ്ടുപോകാം.
എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുപോകാം. കാണുമ്പോൾ സൈസ് കുറച്ച് വെയിറ്റാണ്, പക്ഷേ ഇത് ഓടി തുടങ്ങുമ്പോഴേക്കും ഭയങ്കര എഫേർട്ട്ലെസ്ലി ആണ് കേട്ടോ. കൗണ്ടർ സ്റ്റിയറിങ്, നോക്കുക എങ്ങോട്ടാണ് പോകേണ്ട അങ്ങോട്ട് നോക്കുക, ഗിവ് ഗ്യാസ് അല്ല ത്രോട്ടൽ. ഞാൻ എസ്പെഷ്യലി ട്രാക്കിൽ നിന്ന് ഓടിച്ച് വരുമോ കേട്ടോ. അപ്പോൾ ഞാൻ ആ പേസിലാണ് നിൽക്കുന്നത്. നമ്മളെ ഈ ട്രാക്ക് ഡേ കഴിഞ്ഞ് വരുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഓൺ ദ എഡ്ജാണ്. കൈ കൊടുക്കാനാണെങ്കിൽ എപ്പോഴും ത്രോട്ടിൽ കൊടുക്കുക, ആ ഫീലിലാണ് വന്നിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ഫീലിംഗ് ഇല്ല. ഫീഡ്ബാക്ക് ഫ്രം ദ ടയേഴ്സ്, ഫ്രം ദ ഹാൻഡിൽ ബാർ ഉണ്ടെങ്കിലും ബാക്കി വേറൊരു ഫീലിംഗ് ഇല്ല. പവർ സർജൊക്കെ എന്ന് പറഞ്ഞാലും ആ ഒരു certain ഫോഴ്സസ് ആക്ടിങ് ഓണെന്ന് മനസ്സിലാവുന്നത്, പക്ഷേ ആ ശബ്ദമില്ല, ആ റെവിങ്ങില്ല, ഇൻസ്റ്റൻറ്റേനിയസ് ആ ടോർക്ക്, അതൊരു പ്രശ്നമാകാം. കാരണം നമ്മൾ ഈ സ്പീഡോമീറ്റർ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാവും ഞാൻ ഇത്രയും സ്പീഡിലാണല്ലേ പോകുന്നതെന്ന്. അല്ലെങ്കിൽ യാതൊരു വാർണിങ്സോ ഇൻഡിക്കേഷനും ഇല്ല വണ്ടിയിൽ. പിന്നെ ഈ വണ്ടി കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് സഡൻ ആയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് വണ്ടി പറഞ്ഞത് ഞാൻ ഓവർടേക്കാൻ സൈഡാക്കി അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ, ഒരു വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. ആ വെയിറ്റ്, ഇത്രയും വെയിറ്റുള്ള 207 kgs ഉള്ള വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പ്രൊപ്പൽ ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ അക്രമമാണ്. അത് പോകുന്ന ആ ഇൻസ്റ്റൻറ്റ് ടോർക്ക്, ആ 100 Nm പവറിൻ്റെ ഡിഫറൻസ് ആണ് കാണുന്നത്. സിംഗിൾ സ്പീഡാണ്, പക്ഷേ കേപ്പബിളാണ്. കേപ്പബിൾ, എഫക്റ്റീവ്, ഫണ്ണ്, ബാലിസ്റ്റിക് ആ മോഡാണ്. അതാണ് നിങ്ങൾ ഓടിച്ചു നോക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ആ മോഡിൽ ഇത് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഇഷ്ടപ്പെടും. പക്ഷെ എത്ര എഫക്റ്റീവ് റേഞ്ച് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കണ്ട് ഇപ്പോൾ തന്നെ റേഞ്ച് ഫ്രം 90 123 km. അപ്പോൾ ഏകദേശം ഒരു 140 km ഒക്കെ ബാലിസ്റ്റിക്കിൽ ഓടുള്ളൂ. പക്ഷേ കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞു, ഈ വണ്ടി കുറച്ച് അഗ്രസീവ് പൊസിഷനാണ്. കുറച്ച് മര്യാദയ്ക്ക് ഇരുന്ന് ഓടിച്ചില്ലെങ്കിൽ ആ ടാങ്കൊക്കെ ഹോൾഡ് ചെയ്ത് ആ ടാങ്ക് ഗ്രിപ്പൊക്കെ വെച്ചിരിക്കുന്നതിലാണ്. അത് ഹഗ് ചെയ്ത് വെച്ച് ഓടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൈ, റിസ്റ്റൊക്കെ പെയിൻ വരാം, അതൊക്കെ വരാം കേട്ടോ. ഞാനിപ്പോഴും ഇതിൻ്റെ പെർഫെക്റ്റ് പൊസിഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കറക്റ്റ് കുറച്ചുകൂടി ബാക്കിലോട്ട് ഇറങ്ങി നിന്ന് ഹഗ് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫുൾ ടക്കിൻ വെച്ച് ഓടിക്കണമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇങ്ങനെ ഭയങ്കര ഈസി ടു റൈഡായി. നിങ്ങൾക്ക് ബ്രേക്ക് പിടിച്ച് ഇവിടെ നിർത്താം, ക്ലച്ച് പിടിക്കേണ്ട, ഗിയർ മാറ്റണ്ട, ജസ്റ്റ് എൻജോയ്. ത്രോട്ടിൽ മാത്രം കൊടുത്താൽ മതി. വിത്ത് റീജൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര അഗ്രസീവായിട്ട് അധികം ബ്രേക്ക് പിടിക്കാണ്ട് നിങ്ങൾ വണ്ടി നിർത്തിയും തരും. സെറ്റപ്പ് കൊള്ളാം. നമുക്ക് ട്രാക്കിൽ കൊണ്ട് ഓടിക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് ഇത് മര്യാദക്ക് ഓടിക്കാം. അല്ലാണ്ട് ഇത് റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഐ എം ബീങ് അഗ്രസീവ്. അല്ലാണ്ട് കൂടുതലായിട്ട് ഇതിൽ കൂടുതൽ കൈ കൊടുത്താൽ ഇതിൽ നിന്ന് നമുക്കൊന്നും വേറൊന്നും നമുക്ക് ഇതിൽ നിന്ന് വേറെ ഡാറ്റ ഇങ്ങനെ പൊളിച്ച് ഓടിച്ചാൽ എനിക്ക് കുറച്ച് മനസ്സുഖം. അല്ലാണ്ട് വേറൊന്ന് നമുക്ക് എന്താ പറയുക, ആസ് എ റിവ്യൂ പോയിന്റിൽ ഇതിൻ്റെ ബ്രേക്കിംഗ്, ഹാൻഡ്ലിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ഓൺ റേസ് ട്രാക്ക് നമ്മൾ ഇത് കൊണ്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് വിത്ത് ദ ലാപ്പ് ടൈം നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഇവിടെ ഞാൻ കൈ കൊടുത്ത് ബ്രേക്ക് പിടിച്ചു നോക്കി ആളുണ്ടോ ഇല്ല, കൈ കൊടുത്തു, അതൊരു എന്താ പറയുക, നല്ലൊരു സെറ്റപ്പല്ല. നല്ലൊരു സെറ്റപ്പിൽ റിവ്യൂ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ, സസ്പെൻഷൻ ബോട്ടം ഔട്ട് ചെയ്യുന്നതിൻ്റെ സസ്പെൻഷൻ സ്റ്റിഫ്നെസ്, ഇതൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. ബോട്ടം ഔട്ടോ എത്ര ലീൻ ഉണ്ടെന്ന്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് വണ്ടിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേക്കാം. പക്ഷേ ഇതിൻ്റെ ഓൺ ടാപ്പ് പവർ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നും. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ പാഡൊക്കെ ഇട്ട് വണ്ടി വെച്ചേക്കാം കേട്ടോ. ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടറിൻ്റെ ശബ്ദം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശബ്ദം കൂടിയാണ്. പിന്നെ റീജൻ കൂട്ടിയിട്ടുകൊണ്ടാണ് ആ ടയർ പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. ആ റീജനായിട്ട് ബ്രേക്കിംഗ് എത്ര എഫക്റ്റീവാണെന്ന് നോക്കും. ഓൾമോസ്റ്റ് 30% ആ പവർ തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ത്യൻ 2-വീലർ ഇലക്ട്രിക് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റീജൻ സിസ്റ്റം അൾട്രാ വയലൻ്റ് ആണെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് കേട്ടോ. സോ ഈ അൾട്രാ വയലൻ്റെ F77 റീകോൺ ആട്ടോ, Mark II റീകോൺ. പേര് കുറച്ച് വലുതാണ്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് പ്രൊവൈഡ്. ഈ റീജൻ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ലെവൽ കൂട്ടുന്തോറും ഫ്രം 0 ലെവലിൻ്റെ കംപ്ലീറ്റ്ലി ഫ്രീ കോസ്റ്റിങ്, നിങ്ങൾ ത്രോട്ടിൽ റിലീസ് ചെയ്ത് വണ്ടി ചുമ്മാ പോകും, ക്ലച്ച് പിടിച്ചൊക്കെ പോകില്ല, അങ്ങനത്തെ തരം ഒരു ഫ്ലോയിങ് ആയിപ്പോൾ നിങ്ങൾ ടൂറിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഹൈവേസ് വഴി ലെവൽ 3 ലെവൽ 4 ഇട്ട് നിങ്ങൾക്ക് ഓടിക്കുക. നിങ്ങൾ കുറച്ച് അക്രമമൊക്കെ കാണിക്കുവാണെങ്കിൽ ലെവൽ 9 അടിപൊളിയാണ്. സിറ്റിയിലൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇടയിൽ കൂടെ ബ്രേക്ക് പിടിക്കുക, ഭയങ്കര എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് കൂടി ആവുന്ന കേട്ടോ. സെറ്റപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. അതിൻ്റെ റീജൻ ലെവൽസാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഭയങ്കര വെൽ ട്യൂൺഡ്, മാത്രം ഇത് റൈഡ് ബൈ വയർ യൂണിറ്റാണ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലായിട്ടുള്ള ഒരു ആക്സിലേറ്റർ കേബിൾ ഒന്നുമേ ഇല്ല. ഇതെല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡ്. നിങ്ങൾ ത്രോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് മെഷർ ചെയ്തിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള പവർ ഔട്ട്പുട്ട് ടു ദ വീലാണ് കൊടുക്കുന്നത്. എല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. മാത്രമല്ല 9X IMU സെറ്റപ്പ് ഒക്കെ കൂടെ വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ. വേറെ അധികം ഫീലിംഗ് ഒന്നും മോട്ടോർ സൈക്കിൾ കിട്ടുക. ടയറിൻ്റെ ഫ്രണ്ടിൽ നല്ല ഗ്രിപ്പിംഗ് ആണെന്ന് കിട്ടുന്നുണ്ട്. അത് സ്റ്റിഫ് സസ്പെൻഷനാണ്, ഭയങ്കര ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചെയ്യുന്നത്. 1340 mm ഉള്ളൂ. ഡ്യൂക്ക് 390 കാട്ടി RTR 3 കാട്ടി ഷോർട്ടർ വീൽ ബേസ്. ആ ഫ്രണ്ട് ആക്സിൽ നിന്ന് റിയർ ആക്സിലത്തെ ലെങ്ത് ഇല്ല, ഷോർട്ടർ ആയതുകൊണ്ട്
ആയതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്യണം. ഈ വണ്ടി ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പൊക്കി മാറ്റാൻ നോക്കുവാണെങ്കിൽ ആ വെയിറ്റ് നോട്ടീസ് ചെയ്യേണ്ടത്. സിറ്റിയിലൊക്കെ സ്പീഡിൽ വന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയൊക്കെ ആ വെയിറ്റ് ഫീൽ ചെയ്യും. പക്ഷേ വണ്ടി ഫാസ്റ്റായിട്ടാണ് തിരിയുന്നത് കേട്ടോ. ഈ ടയേഴ്സ് നല്ല ടയേഴ്സ്, MRFിൻ്റെ സ്റ്റീൽ ബ്രേസ് ടയേഴ്സ്. ഏത് ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത ടയറും കൂടി അടിപൊളി ടയർ. നമുക്ക് റേസ് ട്രാക്കിൽ ഓടിക്കാനാണെങ്കിലും സിറ്റിയിലാണെങ്കിൽ അടിപൊളി ടയറാണ്. W റേറ്റഡ് ടയറാണ്. സ്പീഡ്സ് അപ് ടു 270 വരെ ടെസ്റ്റഡ്. ഞങ്ങൾ കുറേയൊക്കെ റേസ് ട്രാക്കിൽ ഓടിച്ച് ടെസ്റ്റ് ചെയ്ത വൺ ഓഫ് ദ ഗുഡ് ടയേഴ്സ് ഫ്രം MRF ആണ്. അടിപൊളി ടയർ. ഈ ടയർ നിങ്ങൾക്ക് പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് കൂടി. പെയർ ഓഫ് ടയറിന് 15,000 റുപ്പീസാണ് വരുന്നത്. MRF ഒരു ഇന്ത്യൻ മാനുഫാക്ചർ ടയറിന് അത്രയും കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ എത്ര എമൗണ്ട് ഓഫ് R&D, എത്ര ഗുഡ് റബ്ബർ സെലക്ട് ചെയ്തിട്ട് ആ ടയർ ഡിസൈൻ ചെയ്യുക. ഗുഡ് ടയേഴ്സ് ഫോർ ദ റോഡ് റൈഡിംഗ് ആണ്. വീക്കെൻഡ് കാഷ്വൽ ട്രാക്ക് ഡേയ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡീസൻറ്റ് ടയർ തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീജിയൻ ബ്രേക്കിംഗ് നിങ്ങൾ ലെവൽ 9 ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്സ് ലെസ് ലോഡാണ് കേട്ടോ. ഇത്രയും വെയിറ്റ് കൂടിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഈ KTM RC ഡ്യൂക്ക് 390 ഒക്കെ ഓടിക്കുമ്പോൾ ട്രാക്കിൽ അഗ്രസീവായി ഓടിക്കുമ്പോൾ ഒരു ബ്രേക്ക് ഫെയ്ഡ് ഓവർ ടൈം നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. അത് അത്രയും ലൈറ്റ് വെയിറ്റ് മോട്ടർ 170 kgs ഒക്കെ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് 30 kilos മോറാണ്. അപ്പോൾ ആ മൊമെൻറ്റം കട്ട് ചെയ്യാൻ വേണ്ടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ബ്രേക്സ് ഭയങ്കര ലോഡാണ്. പക്ഷേ വിത്ത് ദിസ് റീജൻ, ഈ 9 ലെവൽസ് ഓഫ് റീജൻ ഇടുവാണെങ്കിൽ അത് ഈ ബ്രേക്കിങ്ങിന് ഒരു സപ്പോർട്ടാണ്. അത്രയും ലോഡ് വരില്ല. അപ്പോൾ കുറച്ചും കൂടി റിലയബിളായിട്ട് ബ്രേക്കിംഗ് കിട്ടുന്നതാണ് കേട്ടോ. ഈ റീജൻ പ്ലസ് ബ്രേക്കിംഗ് ചെയ്യുമ്പോഴേക്കും അടിപൊളിയായിട്ട് വണ്ടി നിൽക്കുന്നു. എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അക്രമത്തിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഏകദേശം 155 km/h ആണ് കേട്ടോ. ആ സ്പീഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വളരെ സഡനായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റും വിത്ത് റീജൻ പ്ലസ് ദ ഫ്രണ്ട് ബ്രേക്സ്. ഇപ്പോൾ വേറൊരു ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസ് കോസ്റ്റ് കുറച്ചിട്ട് ഇപ്പോൾ 3.99 lakhs എക്സ് ഷോറൂമായുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫുൾ ചാർജ് ചെയ്യുക 10.3 kW ബാറ്ററി ഈ റീകോൺ എഡിഷൻ കിട്ടും. ഇതിനെക്കാട്ടി ഒരു ബേസ് വേരിയൻ്റ് ഉണ്ട്. പക്ഷേ ഈ വേർഷനിന് കിട്ടുന്നത് 323 km റേഞ്ച് ഒരു ഫുൾ ചാർജ് കിട്ടുന്നത് കേട്ടോ. പിന്നെ എൻ്റെ സൂപ്പർ നോവ ചാർജർ സെറ്റപ്പൊക്കെ ഇപ്പോൾ പാലാട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. സെറ്റപ്പ് ഉള്ള ഒരു 2 hours 1.5 hours നിങ്ങൾക്ക് ഫുൾ ചാർജ് എത്തിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സ്റ്റോക്ക് ചാർജർ കാട്ടി വേറൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൂടി കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജർ ഉണ്ട്. പക്ഷേ അത് 8 kgs ആട്ടോ. നമ്മൾ കൂടെ കൊണ്ടുപോകണം ചാർജ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ടൈമിങ്സ് ഒക്കെ ചാർജറിൻ്റെ ടൈമിങ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചാർജ് എക്സ്ട്രാ കോസ്റ്റിലാണ് ആ ചാർജ് മേടിക്കുന്നത്. മാത്രമല്ല ഇതിന് 3 year 30,000 km വാറൻറ്റി ആയിട്ട് ബാക്കി കമ്പോണൻസ് കിട്ടും. ഇതിൻ്റെ ബാറ്ററിക്കും ഡ്രൈവ് ട്രെയിനുമാണ് 5 year 1 lakh km വാറൻറ്റി കൊടുക്കുന്നത്. അതിന് എക്സ്റ്റെൻഡഡ് വാറൻറ്റി കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 8 years 8 lakh km ബാറ്ററി വാറൻറ്റിയൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കോസ്റ്റിൽ ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് കോൺഫിഡൻസ് കാണിക്കുക. അത്രയും കോൺഫിഡൻറ്റ് ഓൺ ദ ബാറ്ററിയാണ്. നല്ല ബാറ്ററി ആട്ടോ. വലിയ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. ഞാൻ ഈ സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് യാതൊരു ഇതുവരെ ഹീറ്റിംഗ് ചിഹ്നമൊന്നും കാണിച്ചത്. നമുക്ക് റേസ് ട്രാക്കിൽ കൊണ്ടുപോയി ഓടിച്ചു നോക്കാം. അപ്പോഴേ ബെറ്റർ ഐഡിയ കിട്ടുള്ളൂ. ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിൽ കുറച്ച് വന്ന സ്റ്റിഫർ സൈഡാണ്. മിക്കവർക്കും ടൂറിംഗ് പേർപ്പസിനാണ് സിറ്റി യൂസ് ഒക്കെ എടുത്ത് ഓടിക്കുവാണെന്ന് പറഞ്ഞാൽ കമ്മിങ് ഫ്രം എ മച്ച് മോർ കംഫർട്ടബിൾ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസിൽ നിന്ന് ഓടിക്കുവാണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വന്ന് സ്റ്റിഫർ സൈഡായി തോന്നും. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ് ആ കംഫർട്ട് കുറച്ച് സാക്രിഫൈസ് ചെയ്ത് ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് ഭയങ്കര ഫാസ്റ്റ് അജൈൽ മോട്ടോർ സൈക്കിൾ. ഞാൻ ശരിക്കും സർപ്രൈസ് ചെയ്ത് ഒരു 200 kg+ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്ക് സൂപ്പർ സ്പോർട്ട് കാറ്റഗറി വെയിറ്റ് എത്തി മോട്ടോർ സൈക്കിളിൻ്റെ. എന്നിട്ട് അത് ഓഫർ ചെയ്യുന്ന അജിലിറ്റി എന്ന് പറഞ്ഞാൽ സെറ്റപ്പാണ്. എന്ന് പറഞ്ഞാൽ ആ ബിഗർ വെയിറ്റ് മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ അത്ര ആജൈൽ ഡയറക്ഷൻ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് അത്രയും വെയിറ്റ് ആണ്, ഡയറക്ഷൻ ചേഞ്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ ആ ഷോർട്ടർ വീൽ ബേസ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവ്. 160 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരും. നമ്മുടെ കേരളത്തിലത്തെ ബംസും പോട്ടോൾസൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഓടിക്കാണ്ട്. ഞാൻ ആദ്യം കുറച്ച് ശ്രദ്ധിച്ചത്, പക്ഷേ അടിയൊന്നും ഇതുവരെയും തട്ടിയിട്ടില്ല. സോ നമ്മുടെ ഈ മേജർ ഹൈവേസ് ഗുഡ് റോഡ്സിലൊന്നും പ്രശ്നമില്ല. പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊന്നും ഓടിച്ച് നോക്കിയാൽ കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ വഴി ഹമ്പിലൊക്കെ ചാടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ കേട്ടോ. സോ പണ്ടത്തെ പ്രശ്നം വിത്ത് ദ അൾട്രാ വയലറ്റ് F77 ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ കോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ പ്രൈസ് കുറച്ചിട്ട് 2 വേരിയൻറ്റ്, ഒന്നിന് 2.99 ഒന്നിന് 3.99 lakhs ആണ് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് പ്രൈസ് ഞാൻ താഴെ കൊടുക്കാം. എൻ്റെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റ് AC മോട്ടറാണ്. 40.2 horsepower 100 Nm ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. 0 to 100 7.7 seconds, അതുപോലെ 0 to 60 2.8 seconds ആണ്. ആ 0 to 60 എന്ന് പറഞ്ഞാൽ 400-300 cc മോട്ടോർ സൈക്കിൾ സിമിലർ. 0 to 100 തമ്മിലേക്ക് 7.7 seconds ആയി. ഇപ്പോൾ RTR 3 times 0 to 100 7 seconds അച്ചീവ് ചെയ്യുന്ന ഡ്യൂക്ക് 390 6 seconds കണ്ടത് ഒരു 1.5 seconds ലോവറാണ് കമ്പയർഡ് ടു 400 cc മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന ടോർക്ക്, ആ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ടോർക്ക് മിക്ക ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ മോട്ടോർ സൈക്കിൾ നമുക്ക് കൈ കൊടുത്ത ആ റവ് ബാൻഡ് പവർ ബാൻഡിലെത്തിയാൽ ആ ഫുൾ ടോർക്ക് കിട്ടുക. 7000 RPM നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആ ഫുൾ ടോർക്ക് നമുക്ക് റിയലി കിട്ടുന്നു കേട്ടോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആ പവർ ഓൺ ടാപ്പ് നമുക്ക് എൻറ്റയർ 100 Nm ഓഫ് ടോർക്ക് ആക്സസ് ചെയ്യും. സിംഗിൾ സ്പീഡാണ്, പക്ഷേ എന്നാലും ഭയങ്കര ഇതിൻ്റെ ബലിസ്റ്റിക് മോഡാണ് ഹൈലൈറ്റ്. ആ മോഡിലിട്ട് ഓടിക്കുമ്പോൾ
ഭയങ്കര ഒരു റോ ഫണ്ണാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് ദാറ്റ് വെയിറ്റ് ഇൻ ദ ഷാസി, ഇൻ ദ സ്റ്റിഫ് സസ്പെൻഷൻ, ആ റൈഡിങ് പൊസിഷൻ, അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻ, കംഫർട്ടബിൾ ടൂറിംഗ് പൊസിഷൻ ഒന്നുമല്ല, ആ പ്രോപ്പർ ഫൺ മോട്ടോർ സൈക്കിൾ പാക്കേജാണ്. ഇപ്പോൾ കമ്പയർഡ് ടു പെട്രോൾ മോട്ടോർ സൈക്കിൾസ് അത് ഓടിക്കുന്ന ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ ഡെഫിനറ്റ്ലി കൊച്ചി ഷോറൂമിൽ പോയി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. യു വിൽ എൻജോയ്. ആ ബലിസ്റ്റിക് മോഡിൽ ആ ഹൈവേയിലേക്ക് ഒന്ന് ചെറുതായി ഓടിച്ച് നോക്കുക. യു ബി ബ്രേക്കിംഗ് സ്പീഡ് ലിമിറ്റ്സ്, പക്ഷേ എന്നാലും സേഫായിട്ട് ഓടിക്കാൻ നോക്കട്ടോ. പക്ഷേ എന്നാലും എൻജോയ് ചെയ്ത് ഓടിക്കട്ടെ. എവറി മൊമെൻറ്റ് ഓൺ ടാപ്പ് പവർ ഐ റിയലി എൻജോയ്ഡ്. ഞാൻ കൈ കൊടുത്തിടുമ്പോൾ ഐ വാസ് ഹാപ്പി. ഒരു മോട്ടോർ സൈക്കിൾസ് ഒരു ഡിഫറെൻറ്റ് ടേക്ക് ഓൺ ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ. സാധാരണ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാം കമ്പ്യൂട്ടർ വൈസ് കൂടുതൽ റേഞ്ച്, കൂടുതൽ എഫിഷ്യൻ്റ് ആകാൻ വേണ്ടി, കുറച്ചും കൂടി മണി സേവിങ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ, കുറച്ചൊരു ബഡ്ജറ്റ് മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഓൺ ടാപ്പാണ്. അത് എന്ന് വെച്ചാൽ ഇത് എഫിഷ്യൻ്റ് അല്ല എന്നുള്ളത് പറയുന്നത്. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് 1000 കിലോമീറ്റേഴ്സ് ഓടിക്കാൻ ഏകദേശം 300 rupees മാത്രമേ ആവുള്ളൂ. എഫിഷ്യൻറ്റും കൂടിയ പെർഫോമൻസ് ആണ്, പവർ പാക്ഡ് ആണ്. ചെക്ക് ഓൾ ദ റൈറ്റ് ബോക്സസ്, ലുക്സ് ഗുഡ് ഓൾസോ. ഇത് എവിടെ പോയാലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ് കേട്ടോ. പിന്നെ ഒരു സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. സർവീസ് 600 rupees വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഗിയർ റിഡക്ഷൻ വരുന്നുണ്ട്, അതിന് ലൂബ്രിക്കേഷന് വേണ്ടിയുള്ള ഒരു ഗിയർ ഓയിലുണ്ട്, അത് ചേഞ്ച് ചെയ്യാനും ചെയിൻ ക്ലീനിങ്, ലൂബിങ്, അതിന് മാത്രമേ കോസ്റ്റ് വരുന്നത്. പിന്നെ റൂട്ടീൻ മെയിൻ്റെനൻസ് വരുന്ന പാർട്സൊക്കെ, ബ്രേക്ക് പാഡ്സ്, ചെയിൻ ഡ്രിവനാണ്, അതുകൊണ്ട് ചെയിനിൽ വരുന്ന പാർട്സൊക്കെ, അത് ചെയിനൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതർ ദാൻ ദാറ്റ് ഇത് ക്വൈറ്റ് മെയിൻ്റെനൻസ് ഫ്രീയും കൂടിയാണ്. പിന്നെ ഞാൻ ഈ മോഡൽ ഓടിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം നോട്ട്, ചെറിയ കുറച്ച് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എഞ്ചിന് ശബ്ദമില്ലാത്തതുകൊണ്ട് ഓരോ ചെറിയ ശബ്ദം നമുക്ക് നോട്ട് ചെയ്യാം. ചെയിനിൽ നിന്ന് വന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, ഇടയ്ക്ക് ഫ്രണ്ട് ബ്രേക്സ് പിടിക്കുക, സ്ക്വീക്കിനെസ് കേൾക്കാൻ പറ്റുന്നത്, ഈ മൗണ്ട് ബോഡി വർക്കിൻ്റെ കുറച്ച് ശബ്ദങ്ങളൊക്കെ അതൊക്കെ കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഈ വെയിറ്റ് ഇടയ്ക്ക് ഞാൻ എന്നിട്ട് എത്ര വെയിറ്റ് വന്നിരിക്കുക. ഈ 300-400 cc മോട്ടോർ സൈക്കിൾ, ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിൾ, നിമ്പിൾ മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഓടിച്ചിട്ട് പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ഫേസ് ചെയ്യുമ്പോൾ എന്തോ ഒരു പന്തി കേടില്ല. പക്ഷേ അതർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് പ്രിറ്റി ഗുഡ്. പിന്നെ കുറച്ച് പേർക്കുള്ള സംശയമായിരിക്കും ഇത് വാട്ടർ പ്രൂഫാണ്. IP67 റേറ്റിലാണ് വെള്ളം. ഇതിനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ വേണ്ടി ഇടാട്ടോ. ഇവിടം വരെയും വെള്ളം വെച്ചിട്ട് ആൾക്കാർ ഓടിക്കുന്നതിന് റെക്കമെൻഡഡ് അല്ല. പക്ഷേ എന്നാലും യു ക്യാൻ ബി അഷ്വർഡ് മഴയത്ത് വെള്ളത്തിൽ ചെളിത്തൊക്കെ ഓടിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓടിച്ചതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് അൾട്രാവയലിൻ്റെ ഫ്ലാഗ്ഷിപ്പ് Mark II റീകോൺ എഡിഷനായിട്ട് ഓടിച്ചിരിക്കുന്നത് 3.99 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം കോസ്റ്റ്. ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് കൂടിയുണ്ട്. ആ വേരിയൻറ്റ് 2.99 lakhs ആണ്. അതിൻ്റെ ഒരു ചെറിയ ബാറ്ററിയും കുറച്ച് റേഞ്ച് കുറവാണെന്ന് മാത്രമേ, 10 kilos ലൈറ്ററും കൂടിയാണ് കേട്ടോ. ബാക്കി എവറിത്തിങ് ഓൾമോസ്റ്റ് സിമിലർ. വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യുന്ന കേട്ടോ. എനിക്ക് പക്ഷേ എന്നാലും ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് രജിസ്റ്റർ ആക്കി കൊണ്ടുപോയി ഓടിക്കണം, എന്നാലും എനിക്ക് മനസ്സിലാവും കറക്റ്റ്. ഇപ്പോൾ റോഡിൽ ഓടിച്ച് കഴിഞ്ഞാൽ മിക്ക മോട്ടോർ സൈക്കിളിൻ്റെ ഹാൻഡ്ലിങ്, ആ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ. ഇപ്പോൾ എനിക്ക് ഓടിച്ചിട്ട് നല്ല ഹാൻഡ്ലിങ് മോട്ടോർ സൈക്കിളാണെന്ന് തോന്നിക്കുന്നത്. ഇത് രജിസ്റ്റർ ആക്കി കൊണ്ട് 2 ഷിക്കിങ്, ഫാസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചസ്, 2 മുട്ടൊക്കെ വരക്കുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ, ഇതിൻ്റെ വെയിറ്റ് വെച്ച് ഫാസ്റ്ററായിട്ട് ഡയറക്ഷൻ ചേഞ്ചിൽ എത്രയുണ്ട്, അപ്പോൾ അഗ്രസീവായി ഓടിക്കുമ്പോൾ എത്രമാത്രം ബാറ്ററി ഡ്രെയിൻ സംഭവിക്കും, അതൊക്കെ അപ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. എന്നാലും ഒരു ക്ലിയർ കട്ട് ഐഡിയയും കൂടി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ആയിക്കൊണ്ട് ഇഫ് അൾട്രാവയൽ നമുക്ക് എന്താണെന്നറിയില്ല, ഇതിപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടി എന്താണെന്ന് എനിക്കറിയില്ല. അൾട്രാവയൽ നമുക്ക് വണ്ടി ഫോർ ടെസ്റ്റിംഗ് തരാറില്ല. ഇതിപ്പോൾ അൾട്രാവയൽ കൊച്ചി ഷോറൂമിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത വെഹിക്കിളാണ്. നമുക്ക് ഫാക്ടറിയിൽ നിന്ന് എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് ട്രാക്കിൽ ടെസ്റ്റ് ചെയ്യാൻ വണ്ടികൾ തരാറില്ല. എന്തോ പൊളിക്കുന്നുണ്ടായിരിക്കാം. വെരി ബാഡ് ഹിസ്റ്ററി വിത്ത് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ ഓടിക്കുന്നതെല്ലാം പൊളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യാത്ത. സോ ലെറ്റ്സ് സീ ഇൻ ദ ഫ്യൂച്ചർ നമുക്കൊരു വണ്ടി തരുവാണെങ്കിൽ അൾട്രാവയലറ്റ്, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, പ്രൊവൈഡ് എസ് എ മോട്ടോർ സൈക്കിൾ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അക്രമ വീഡിയോ ഇറക്കണ്ടേ, പിള്ളേരൊക്കെ കാണണ്ടേ, അറിയണ്ടേ. കേരള വാണ്ട്സ് ടു നോ, അതാണ്. സോ അത് വെച്ച് നമ്മൾ എൻഡ് ചെയ്യുവാണ്. സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.